ഹലോ. നമ്മൾ ER മോഡലായിരുന്നു അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? DBMS ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. ഓക്കെ, ഇനി നമ്മൾ റിലേഷണൽ മോഡലിലേക്കാണ് വരുന്നത്. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഡാറ്റ ഫ്ലോകളൊക്കെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ വഴിയാണ് നമ്മളിപ്പോൾ അതുപോലെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ വഴിയാണ് നമ്മൾ ഡാറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത് അല്ലേ. എൻറ്റിറ്റീസ് ഉണ്ടാവും, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും അല്ലേ. പിന്നെ ഒരുപാട് എൻറ്റിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ നമ്മൾ ഒരു ഒരു ഫ്ലോ ചാർട്ട് പോലെ ഒരു പിക്ചോറിയലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങോട്ടേക്ക് റിലേഷണൽ മോഡലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ടേബിളായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഡാറ്റയും അതിൻ്റെ എൻറ്റിറ്റികളും അതിൻ്റെ ആട്രിബ്യൂട്ട്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ഇൻസ്റ്റൻസുകളൊക്കെ ടേബിൾസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ടേബിൾസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, ടേബിൾസിന് എന്തുണ്ടാവും അല്ലേ, ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. കോളംസ് ഉണ്ടാവും. നോക്കിയാൽ കോളംസ് ഉണ്ടാവും, പിന്നെ റോസ് ഉണ്ടാവും അല്ലേ. ഓക്കെ, ഇങ്ങനെ ഈ ആട്രിബ്യൂട്ട്സ്, ഈ കോളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വൽ റോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടപ്പിൾസ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. കോളം, ആട്രിബ്യൂട്ട്സും, റോസ്, ടപ്പിൾസും. ഇനി ഇതിൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഇതാണ് ഇതിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ ആരിറ്റി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് എന്ത്, ഡിഗ്രി. ഓക്കെ, നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ ടപ്പിൾസ് ആണ് അതിൻ്റെ കാർഡിനാലിറ്റി. നമുക്ക് അതിലേക്ക് വരാം. ഇനി നമുക്ക് കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ്, അതൊന്നും ഇങ്ങനെ പരിചയപ്പെടാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഒരു ആട്രിബ്യൂട്ട്, ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആട്രിബ്യൂട്ട്. ഓക്കെ, ഫോൺ നമ്പർ തന്ന ആട്രിബ്യൂട്ടിന് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ടിന് എടുക്കാൻ പറ്റുന്ന അറ്റോമിക് വാല്യൂസ് അല്ലേ. അതായത് ഇപ്പോൾ റാം ഉണ്ട്, ശ്യാം ഉണ്ട്, ലക്ഷ്മൺ ഉണ്ട്. ഇങ്ങനെ അറ്റോമിക് വാല്യൂസിന് നമ്മൾ ഓരോ ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റോൾ നമ്പറിൻ്റെ ഇൻസ്റ്റൻസ് ഏതൊക്കെയാണ്? ഇവരൊക്കെയാണ്. ഓക്കെ, ഇനി ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ടേബിളിൻ്റെ അകത്തുള്ള ഒരു ഇൻഡിവിജ്വൽ കോളത്തിൻ്റെ നെയിമിങ്. ഇപ്പോൾ റോ എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് റോൾ നമ്പറാണ് എന്ത് പറയുന്നത്, ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ്. അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ഏജ് എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻസ്റ്റൻറ്റ്. ഓക്കെ, ഒരു ഫൈനൈറ്റ് ടപ്പിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എന്താ കണ്ടോ, ഗണേശിൻ്റെ ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഗണേശിൻ്റെ അവരെ റോൾ നമ്പർ ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, അഡ്രസ്സ് ഉണ്ട്, ഏജ് ഉണ്ട്. കണ്ടോ, ഒരു പെർട്ടിക്കുലർ ടപ്പിളിനെയാണ് നമ്മൾ ഒരു ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻസ്റ്റൻറ്റാണ്. പിന്നെ നെക്സ്റ്റ് ആണ് സ്കീമ. ഓക്കെ, സ്കീമ എന്ന് പറയുമ്പോൾ നെയിം ഓഫ് റിലേഷൻസ് ആൻഡ് നെയിം ഓഫ് ഓൾ കോളംസ് ഇൻ ആട്രിബ്യൂട്ട്. അതായത് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഈ സാധനം, ഇതിനെയാണ് സ്കീമ എന്ന് പറയുന്നത്. ഈ എല്ലാ ആട്രിബ്യൂട്ടിൻ്റെയും നെയിം കാണിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്കീമ എന്ന് പറയുന്നത്. അത് സ്കീമ ആയിരിക്കും ഒരു ടേബിളിനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ ആ ടേബിളിൽ എന്തൊക്കെ കണ്ടൻറ്റ് വേണമെന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആട്രിബ്യൂട്ട് വഴിയല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ അതിൻ്റെ സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കീ ഉണ്ട്. കീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു പർട്ടിക്കുലർ ഒരു ആളെ ഡീറ്റെയിൽ കിട്ടണം. അത് ഏത് ആട്രിബ്യൂട്ട് വെച്ചാലാണ്, ഏത് ആട്രിബ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഐ ഡി നമ്പർ, യൂണീക്ക് ഐ ഡി നമ്പർ കൂടി ഉണ്ട് വിചാരിച്ചോ. 1 2 3 4 5. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഐ ഡിനെ കീ ആക്കി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഐ ഡി നമ്പർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ ഡി ഈക്വൽ ടു 2 പറഞ്ഞാൽ ഈ 2 എന്ന് പറഞ്ഞിരുന്ന ആളെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമുക്ക് കിട്ടണം.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ID നമ്പറാണ് ഇവിടുത്തെ കീ. ഓക്കെ, അതാണ് എന്ത് കീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കീ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അത് നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് കീസാണ്. അപ്പോൾ നമുക്ക് പറയാം. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് കീയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത് പ്രൈമറി കീ ഉണ്ട്, നെക്സ്റ്റ് വൺ കാൻഡിഡേറ്റ് കീ, സൂപ്പർ കീ, ഫോറിൻ കീ. ഇത് കൂടാതെ നമുക്കൊരു അൾട്ടർനേറ്റ് കീ, ഒരു കോമ്പോസിറ്റ് കീ. ഓക്കെ, അപ്പോൾ ഇത്രയും കീകളാണ്. നമുക്ക് ഇതിൻ്റെ ടെക്നിക്കലായിട്ട് എന്താണ് ഈ പ്രൈമറി കീ, എന്താണ് കാൻഡിഡേറ്റ് കീ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് സൂപ്പർ കീന്ന് തുടങ്ങാം. ഓക്കെ, സൂപ്പർ കീ എന്ന് പറയുമ്പോൾ നോക്കിയാ ഓക്കെ, ഇങ്ങനൊരു റിലേഷണൽ ഡാറ്റാബേസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ആട്രിബ്യൂട്ടാണ് ID, പിന്നെ ABCDE എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും റോ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ അല്ലേ, റോ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതായത് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് എടുത്ത്, ഇപ്പോൾ എനിക്ക് A മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കംപ്ലീറ്റ് അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ റോ കംപ്ലീറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ A ആണ് അതിൻ്റെ കീ. ഓക്കെ, ഇനി സൂപ്പർ കീ എന്ന് പറയുന്ന സമയത്ത് ഈ ഇപ്പോൾ നമുക്ക് ID ആണ് കീ എന്ന് വിചാരിക്കുക. ഓക്കെ, ID വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഒരു കോമൺ ആയിട്ട് നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ, ഒരാൾ ID കിട്ടിക്കഴിഞ്ഞാൽ അയാളെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് അയാളെ നെയിം കിട്ടും, ഏജ് കിട്ടും, സെക്സ് കിട്ടും, അഡ്രസ്സ് കിട്ടും, ഒക്കെ കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ID ആണ് കീ എന്ന് വിചാരിക്കുക. അപ്പോൾ ID-യുടെ കൂടെ ഇപ്പോൾ ID ഒരു സൂപ്പർ കീ ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ID-ൻ്റെ കൂടെ എന്ത് ചെയ്യുക, ID A, ഇയാളൊരു സൂപ്പർ കീ ആണ്. ID ABC, ഇയാളൊരു സൂപ്പർ കീ ആണ്. ID E, ഇയാളൊരു സൂപ്പർ കീ ആണ്. അതായത് ഒരു സൂപ്പർ കീ എന്ന് പറയുന്ന സമയത്ത് ഒരു ആട്രിബ്യൂട്ട്സിൻ്റെ സെറ്റാണ് അല്ലേ, കണ്ടോ, ഇതൊക്കെ ഒരു ആട്രിബ്യൂട്ട്സിൻ്റെ സെറ്റാണ്. ഈ ആട്രിബ്യൂട്ട്സിൻ്റെ സെറ്റ് വെച്ചിട്ട് ആ ടപ്പിൾസിനെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ID E എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇതിൻ്റെ ID ആക്സസ് ചെയ്യുക, A ആക്സസ് ചെയ്യുക, B ആക്സസ് ചെയ്യുക, C ആക്സസ് ചെയ്യുക, D ആക്സസ് ചെയ്യുക, E ആക്സസ് ചെയ്യുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സൂപ്പർ കീ ആണ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഒരാൾ ID വെച്ചിട്ട് ഇയാളെ നെയിം ആക്സസ് ചെയ്യുക, ഏജ് ആക്സസ് ചെയ്യുക, അഡ്രസ് ആക്സസ് ചെയ്യുക, സെക്സ് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് സൂപ്പർ കീ. ഓക്കെ, ഇനി കാൻഡിഡേറ്റ് കീ എന്താ നോക്കാം. മിനിമം സെറ്റ് ഓഫ് സൂപ്പർ കീനെ നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. ഓക്കെ, മിനിമം സെറ്റ് ഓഫ് സൂപ്പർ കീനെ നമ്മൾ എന്ത് പറയുന്നത്, കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. അത് മിനിമൽ സൂപ്പർ കീ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ സൂപ്പർ കീ നോക്കിയപ്പോൾ ID ABC ഉണ്ടായിരുന്നു. ഓക്കെ, ID E ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ C ഇവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാലും മൊത്തം ആ ടപ്പിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവരാണ് കാൻഡിഡേറ്റ് കീ. ഓക്കെ, ഇവരാണ് എന്ത്, കാൻഡിഡേറ്റ് കീ, അതായത് മിനിമം സൂപ്പർ കീ. നെക്സ്റ്റ്, സൂപ്പർ കീ വിത്ത് നോ റിപ്പീറ്റഡ് ഡാറ്റ ഇസ് കാൾഡ് കാൻഡിഡേറ്റ് കീ. മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ദാറ്റ് ക്യാൻ യൂണിക്കലി ഐഡൻറ്റിഫൈ എ റെക്കോർഡ്. ഓക്കെ, അപ്പോൾ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ടപ്പിളിനെയാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇതാ ഇത്. ഓക്കെ, ഇയാളെന്താണ്, ഒരു ടപ്പിളാണ്, റോ ആണ്, ടപ്പിളാണ്, റെക്കോർഡാണ്. ഓക്കെ, ക്യാൻ കണ്ടെയ്ൻ നൾ വാല്യൂ, യുണീക്ക് വാല്യൂ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഇനി കാൻഡിഡേറ്റ് കീ കാണാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാൻഡിഡേറ്റ് കീ എന്താണെന്ന് മനസ്സിലാവും.
ഓക്കെ, ഇനി നോക്കിയാൽ ഒരു പ്രൈമറി കീ, അതായത് ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് കീൻ്റെ സെറ്റ് ഉണ്ടാവും. ഇപ്പോൾ AB BC BD എന്നായിക്കോട്ടെ കാൻഡിഡേറ്റ് കീ. അപ്പോൾ ഇത്രയും 3 കാൻഡിഡേറ്റ് കീ ആണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഒരാളെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇയാളാണ് ഇപ്പോൾ പ്രൈമറി കീ എന്നുണ്ടെങ്കിൽ ബാക്കിയില്ല ഇത്രയും കാൻഡിഡേറ്റ് കീ ഉണ്ടല്ലോ, ഇവരാണ് എന്ത്, അൾട്ടർനേറ്റ് കീ. അപ്പോൾ പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് കീ ആയിരിക്കും. ക്യാൻ ഐഡൻറ്റിഫൈ ഓൺലി വൺ ടപ്പിൾ അറ്റ് എ ടൈം. ഓക്കെ, ഇപ്പോൾ ഇത് നോ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ആയിരിക്കാം. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ID എന്ന് പറഞ്ഞത് പ്രൈമറി കീ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഇവിടെ നെയിം ഉണ്ട്. നെയിം നമുക്ക് പ്രൈമറി കീ ആക്കാൻ പറ്റുമോ നോക്കാം. നെയിമിനെ പ്രൈമറി കീ ആക്കാൻ പറ്റുമോ? ഇവിടെ രാഹുലുണ്ട്, ഫഹദുണ്ട്, രാഹുൽ രണ്ടാമത് വന്നു. അപ്പോൾ നമുക്ക് രാഹുൽ എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ടപ്പിളിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ രാഹുലിനെ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള രാഹുലിൽ നിന്ന് നമ്മൾ പ്രൈമറി കീ ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ സിംഗിൾ ടപ്പിളിനെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ രാഹുൽ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടപ്പിളും ഐഡൻറ്റിഫൈ ചെയ്യും. അതൊരു കോൺട്രഡിക്ഷൻ വന്നില്ലേ, ഏത് രാഹുലാണെന്നുള്ളൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ 2 രാഹുൽ വരാം. അപ്പോൾ നമുക്ക് രാഹുലിനെ ഒരിക്കലും പ്രൈമറി കീ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ID പ്രൈമറി കീ ആക്കി സെറ്റ് ചെയ്താലോ? ID ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടില്ല അല്ലേ, 1 2 3 4 5 6. അപ്പോൾ നമുക്ക് IDനെ എന്ത് ചെയ്യാം, പ്രൈമറി കീ ആക്കാം. നെയിമിനെ പ്രൈമറി കീ ആക്കാൻ പറ്റില്ല. ഏജിനെ പ്രൈമറി കീ ആക്കാൻ പറ്റുമോ? ഏജ് 20 വന്നിട്ടുണ്ട്, ഇവിടെ 20 വന്നിട്ടുണ്ട്, പറ്റൂല. ജെൻഡറിനെ ഒരിക്കലും പറ്റൂല, കാരണം എന്താ മെയിൽ കുറേ ഉണ്ടാവും അല്ലേ, കോഴ്സ് ഒന്നും പറ്റില്ല. നമുക്ക് IDനെ ഇപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ IDനെ എന്താക്കാം, പ്രൈമറി കീ ആക്കാൻ പറ്റും. അപ്പോൾ പ്രൈമറി കീ എന്ന് പറയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂ ഇതിൽ വരാൻ പാടില്ല, യുണീക്ക് വാല്യൂ ആയിരിക്കണം, നൾ വാല്യൂ ആവാൻ പാടില്ല. പക്ഷേ കാൻഡിഡേറ്റ് കീയും നൾ വാല്യൂ ആവാം, സൂപ്പർ കീ നൾ വാല്യൂ ആവാം. ഓക്കെ, പ്രൈമറി കീ എന്താവാൻ പാടില്ല, പ്രൈമറി കീ നൾ വാല്യൂ ആവാൻ പാടില്ല. ഓക്കെ, പിന്നെ നമുക്കിപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ID, ഈ ഒരു കേസിൽ ID നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ID ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു കോളേജിൻ്റെ സ്റ്റുഡൻറ്റ് ഡാറ്റാബേസാണ് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് റോൾ നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, റോൾ നമ്പറാണ്, ID അല്ല, റോൾ നമ്പറാണ്. അപ്പോൾ CS 1 ഉണ്ടാവും, ഫിസിക്സിലും 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ വന്നില്ലേ. അപ്പോൾ എന്ത് പറയാം, നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ പ്രൈമറി കീ എന്ന് പറയുമ്പോൾ റോൾ നമ്പർ കോഴ്സ്, ഇത് രണ്ടാളും കൂടി ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എന്ത് കിട്ടും, ഒരു യുണീക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ആട്രിബ്യൂട്ടാക്കി റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താക്കുക, ഒരു 2 അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്രൈമറി കീ ആക്കാം. ഓക്കെ, അപ്പോൾ പ്രൈമറി കീ ആർ നോട്ട് നെസസറി ടു ബി സിംഗിൾ കോളം. മോർ ദാൻ 1 കോളം ക്യാൻ ബി ആൾസോ ബി പ്രൈമറി കീ ഓഫ് എ ടേബിൾ. ഓക്കെ, ഇങ്ങനെ മോർ ദാൻ 1 ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെയാണ് എന്ത് പറയുന്നത്, കോമ്പോസിറ്റ് കീ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫോറിൻ കീ. ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ ഒരു 2 ടേബിൾ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറിൻ കീ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഫോറിൻ കീ യൂസ് ചെയ്തിരുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഒരു 2 ടേബിൾ ഉണ്ട്. അതായത് ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളും കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളും. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻറ്റ് നെയിം, അവരെടുക്കുന്ന ഇപ്പോൾ കോഴ്സ് ആണെങ്കിൽ ഇവിടെ കോഴ്സ് ID ഉണ്ടാവും അല്ലേ, കോഴ്സ് ID, ഇവിടെ കോഴ്സ് ID ഉണ്ടാവും. ഓക്കെ,
ഈ കോഴ്സ് ഐ ഡി വെച്ചിട്ട് സ്റ്റുഡൻറ്റിനെ ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഫോറിൻ കീ എന്ന് പറയുന്നത്. ഫോറിൻ കീ ആർ കോളം ഓഫ് ടേബിൾ യൂസ്ഡ് ടു പോയിന്റ് ദ പ്രൈമറി കീ ഓഫ് അനദർ ടേബിൾ. ഓക്കെ, അപ്പോൾ ഇയാൾ ഇതിൻ്റെ ഫോറിൻ കീ ആണെന്നുണ്ടെങ്കിൽ ഈ ഫോറിൻ കീ അടുത്ത ടേബിളിൻ്റെ പ്രൈമറി കീയിലേക്ക് എന്ത് ചെയ്യും, റെഫർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിക്ക് നോക്കാം. ഓക്കെ, അതായത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന സമയത്ത് റിലേഷൻഷിപ്പാണ്. അതായത് രണ്ട് ആട്രിബ്യൂട്ട് തമ്മിൽ ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ബി ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ഡിഫിനിഷൻ നോക്കാം. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഈസ് എ റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു ആട്രിബ്യൂട്ട്സ് അല്ലേ. ഇപ്പോൾ നമുക്ക് ഒരാളെ നെയിം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അവരെ ഏജ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്, അതിൻ്റെ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഇപ്പോൾ ഒരു എംപ്ലോയിൻ്റെ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ അവരെ നെയിം എടുക്കാൻ കഴിയും അല്ലെ. അതിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, എ ഒരു ആരോ മാർക്ക് ബി, കണ്ടോ, എക്സ് ആരോ മാർക്ക് വൈ. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഈസ് എ റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു ആട്രിബ്യൂട്ട്സ് അല്ലേ, കറക്റ്റാണ്. എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി പ്രൈമറി കീ ആൻഡ് നോൺ കീ ആട്രിബ്യൂട്ട് വിത്തിൻ എ ടേബിൾ. മെയിനായിട്ട് ഇപ്പോൾ ഈ ഭാഗത്ത് വരുന്നത് ഇപ്പോൾ എ ടെൻസ് ടു ബി എന്ന് പറയുമ്പോൾ ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈമറി കീ ആയിരിക്കും, ഇത് നോൺ പ്രൈമറി കീ ആയിരിക്കും. ആവാതിരിക്കാം. ഓക്കെ, ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നോട്ട് ഡിറ്റർമിനൻറ്റ്. ഓക്കെ, ഇയാളാണ് എന്ത്, ഇപ്പം ഇവിടെ എ ആണ് ഡിറ്റർമിനൻറ്റ്. ഇവിടെ വന്നിട്ടുണ്ട് എ ആണ് ഡിറ്റർമിനൻറ്റ്, ബി ആണ് ഇവിടെ ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിനെ നമ്മൾ ഡിറ്റർമിനൻറ്റും റൈറ്റ് സൈഡിനെ ഡിപ്പെൻഡൻറ്റും എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ അത് നോക്ക്, ഇവിടെ നമുക്ക് റിലേഷൻ തന്നിട്ടുണ്ട്. റിലേഷൻ എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ടുള്ള 5 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ടുള്ള 5 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എ ബി ടെൻസ് ടു ഇതിൻ്റെ എ ബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എയും ബിയും, എ ബി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എയും ബിയും എനിക്ക് ഡിറൈവ് ചെയ്തൂടെ അല്ലേ. അതുകൂടാതെ സിയും ഡിയും ഇയും ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ, ഈ എ ബി ആണ് ഇതിൻ്റെ പ്രൈമറി കീ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ പ്രൈമറി കീ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ പ്രൈമറി കീ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് എ ബി. ഓക്കെ, ആ റിലേഷനിൽ മൊത്തം എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈമറി കീ ആക്കി സെറ്റ് ചെയ്ത വാല്യൂവിനാണ് നമ്മൾ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനെയും ബിനെയും എനിക്ക് എന്ത് പറയാം, എ ആൻഡ് ബി പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. പ്രൈം ആട്രിബ്യൂട്ട്സ് അല്ലാത്ത വാല്യൂസ് ഉണ്ടല്ലോ, ഇതാണ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ്. പ്രൈം ആട്രിബ്യൂട്ട്സ് ആൻഡ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഒരു റിലേഷണൽ ടേബിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് എക്സ് വൈ സെഡ്. അതിൻ്റെ ഡാറ്റാസൊക്കെ തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് സാറ്റിസ്ഫൈ ബൈ ദ ഇൻസ്റ്റൻസ്, അതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇതിൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ട് 4 ഓപ്ഷനിലും 2 ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് വീതം തന്നിട്ടുണ്ട് അല്ലേ. അത് ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ, അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ എക്സ് വൈ ടെൻസ് ടു സെഡ്. അതായത് ഫസ്റ്റ് വൺ നോക്കുന്ന സമയത്ത് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൈം ആട്രിബ്യൂട്ടാണ് തന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് എക്സ് ടെൻസ് ടു വൈ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് കൊണ്ട് വൈനെ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് നോക്കി നോക്കാം. എക്സ് വൈ അപ്പോൾ 1 4. ഈ 1 4 എപ്പോൾ അടിച്ചു കൊടുത്താലും നമുക്ക് ഇതിൽ സെഡ് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ 1 4 കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇവിടെ ഉള്ള വാല്യൂ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ യുണീക്ക് ആയിരിക്കണം എപ്പോഴും, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ,
അപ്പോൾ എന്ത് ചെയ്യുക, എക്സ് വൈ 1 4 ആണ്. ഓക്കെ, നമുക്ക് 3 കിട്ടുന്നുണ്ട്. 1 5 ആണ്, യുണീക്കാണ്. 3 ഓക്കെ ആണ്. 4 6 യുണീക്കാണ്. 3 ഓക്കെ. 2 3 കുഴപ്പമില്ല, ഇത് ഓക്കെയാണ്. ഇനി z ടെൻസ് ടു വൈ. z ടെൻസ് ടു വൈ. അപ്പോൾ z ഇവിടെ യുണീക്കാണോ നോക്കാം. z യുണീക്കാണോ? ഈ ഒരു കേസിൽ z യുണീക്കാണോ? z 3 വരുന്നുണ്ട് അല്ലേ. 3 1 2 3 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് യുണീക്ക് ഇനിയിപ്പോൾ 3 കോളം വന്നാലും കുഴപ്പമില്ല. നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ഒരുമിച്ച് വന്നാൽ മതി. ഇപ്പോൾ ഇവിടെ ഈ ഒരു 3 വെച്ചിട്ട് 1 4 ആണ് നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റുക. ഓക്കെ, സോറി, നമുക്ക് വൈ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഈ 3 വെച്ചിട്ട് കണ്ടോ, z ടെൻസ് ടു വൈ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, z ടെൻസ് ടു വൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ z എല്ലാ സമയത്തും ഇപ്പോൾ 3 ആവുന്നിടത്തോളം കാലമൊക്കെ അത് 4 ആണോ നോക്കുക. അതല്ലാത്തൊരു കേസ് വരുമ്പോൾ അത് കോൺട്രഡിക്ഷൻ വരും. ഇപ്പോൾ ഇവിടെ 3 വന്നപ്പോൾ 5 വന്നു. ഓക്കെ, അപ്പോൾ കോൺട്രഡിക്ഷൻ വന്നു. അപ്പോൾ ഇത് നമുക്ക് പറ്റൂല. കിട്ടിയോ? ഇവിടെ 3 വന്നപ്പോൾ 6 ആണ് വന്നത്, പ്രശ്നം വന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ കറക്റ്റ് അല്ല എന്ന് പറയാം. ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സി നോക്കാം. എക്സ് വൈ ടെൻസ് ടു സെഡ് അല്ലേ. എക്സ് വൈ ടെൻസ് ടു സെഡ് കറക്റ്റാണ്. നമുക്ക് ഇതാ ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ നമ്മൾ എക്സ് വൈ ടെൻസ് ടു സെഡ് കറക്റ്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. സെഡ് ടെൻസ് ടു എക്സ്. സെഡ് ടെൻസ് ടു എക്സ്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ 3 ഉണ്ട്. 3 3 തവണ ഉണ്ട്, പ്രശ്നമല്ല. ഇനി 3 തവണയും 3 വരുമ്പോൾ എന്ത് വന്നാൽ മതി, അതിൻ്റെ എക്സ് വാല്യൂ കറക്റ്റായാൽ മതി. ഓക്കെ, ഇവിടെ 3 വന്നു, 1 വന്നു, ഇതുവരെ കുഴപ്പമില്ല. 3 വരുമ്പോൾ വീണ്ടും വന്നാലും കുഴപ്പമില്ല. ഓക്കെ, 3 വന്നു. 3 കൊണ്ട് എനിക്ക് 1 മാത്രമേ ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, ഇത് പറയുന്നത് ഇപ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ ഐ ഡി ആയിക്കോട്ടെ, ഒരാൾ ഐ ഡി ആയിക്കോട്ടെ. സെഡ് എന്ന് പറഞ്ഞാൽ ഐ ഡിയും എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളെ നെയിമും ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ ഐ ഡി, എന്താണ് നെയിം, എക്സ് എന്ന് പറഞ്ഞാൽ നെയിമും. ഓക്കെ, അപ്പോൾ സെഡ് ടെൻസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഒരാൾ ഐ ഡി ഇപ്പോൾ 3 ആണെന്നുണ്ടെങ്കിൽ അയാൾ എപ്പോഴും എന്തായിരിക്കും, രാഹുലായിരിക്കും അല്ലേ. റോൾ നമ്പർ 3 എപ്പോഴും ഒരു ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ എന്ത് വരും, ഒരാളെ തന്നെ വരും. അല്ലാതെ ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് പേര് വരില്ല. അപ്പോൾ അതാണ് പറയുന്നത് സെഡ് എന്താണ് ഇവിടെ 1 ആവുമ്പോൾ ഇവിടെ നെക്സ്റ്റ് സെഡ് 3 ഈക്വൽ ടു 1 കുഴപ്പമില്ല. നെക്സ്റ്റ് സെഡ് 3 ഈക്വൽ ടു 4 ആണ്, കോൺട്രഡിക്ഷൻ വന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതിവിടെ അല്ല ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ ഡി നോക്കാം. ഇനി ഓപ്ഷൻ ഡി, എക്സ് സെഡ് ടെൻസ് ടു വൈ. എക്സ് സെഡ് ടെൻസ് ടു വൈ. എക്സ് സെഡ് ഇതാ ഇവർ രണ്ടാളും കൂടി 1 3 ടെൻസ് ടു വൈ 4 വന്നു. 1 3 യുണീക്ക് വാല്യൂ, അതായത് 1 3 ഒരുമിച്ച് എടുക്കണേ. ഓക്കെ, നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം. ഫസ്റ്റ് 1 3 ടെൻസ് ടു 4 കുഴപ്പമില്ല, ആദ്യത്തെ ആണെന്ന് കുഴപ്പമില്ല, യുണീക്കാണ്. ഇവിടെ നോക്കാം. നെക്സ്റ്റ് 1 3 ടെൻസ് ടു 5 കണ്ടോ. 1 3 എപ്പോഴും ഇവിടെ 4 ആണെങ്കിൽ എപ്പോഴും 4 ആയിരിക്കണം അല്ലേ, 5 ആവാൻ പാടില്ല. അപ്പോൾ ഇത് തെറ്റേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ അതിൽ രണ്ടാമത് നോക്കേണ്ട ആവശ്യമില്ല, ആദ്യം തന്നെ തെറ്റിയില്ലേ. നെക്സ്റ്റ് നോക്കാം. എക്സ് സെഡ് ടെൻസ് ടു, ഓപ്ഷൻ ബി നോക്കിക്കോ. എക്സ് സെഡ് ടെൻസ് ടു എക്സ്. അതായത് എക്സ് സെഡ് എന്ന് പറയുമ്പോൾ 1 3 ടെൻസ് ടു 1. ഇവിടെ 1 3 ടെൻസ് ടു 1. ഓക്കെ, 1 3 ടെൻസ് ടു 1. നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയതാണ്. എന്താണ്, എക്സ് സെഡ് ടെൻസ് ടു എക്സ് ആണ് അല്ലേ. അതായത് ഓക്കെ, ഫസ്റ്റ് 1 3 ടെൻസ് ടു 1. നെക്സ്റ്റ് 1 3 ഇതാ ഇവർ രണ്ടാളും 1 3 ടെൻസ് ടു 1. ഓക്കെ ആയി. 4 3 എക്സ് 4 4 3
ടെൻസ് ടു 4 യുണീക്ക് വാല്യൂ അല്ലേ. 1 3ക്ക് എപ്പോഴും 1 വന്നു, 4 3 വരുമ്പോൾ 4 വന്നു. നെക്സ്റ്റ് 3 2 ടെൻസ് ടു 3 ഒക്കെ യുണീക്ക്. ഇപ്പോൾ ഈ ഭാഗം ഫുള്ള് യുണീക്ക് അല്ലേ, ഓരോ യുണീക്ക് വാല്യൂ. അപ്പോൾ ഇതിൽ രണ്ടും ഇവിടെ 2 വട്ടം വന്നു, പക്ഷേ 2 വട്ടം വന്നപ്പോഴും അതിൻ്റെ ഡിറ്റർമിൻ ചെയ്തത് ആരാണ്? 1നെ തന്നെയാണ്, പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഓക്കെ ആണ് പറയാം. നെക്സ്റ്റ് വൈ ടെൻസ് ടു സെഡ്. വൈ എന്ന് പറയുമ്പോൾ എന്താ, 4 ടെൻസ് ടു 3. കണ്ടോ, 4 എപ്പോഴും. ഇപ്പോൾ 4 എന്ന് പറഞ്ഞ ആൾ ഡിറ്റർമിൻ ചെയ്ത് 3 ആണ്. നെക്സ്റ്റ് നോക്കാം 5 ടെൻസ് ടു 3. അപ്പോൾ 3 റൈറ്റ് സൈഡിൽ വരുന്നുണ്ട് അല്ലേ. റൈറ്റ് സൈഡിൽ വന്നാൽ പ്രശ്നമില്ല, കാരണം നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പോൾ 4 എന്ന് പറഞ്ഞിട്ടുള്ള റോൾ നമ്പർ, ഇപ്പോൾ 3 എന്ന് പറഞ്ഞ ആൾ എന്താ, രാഹുലാവാം. 5 എന്ന് പറഞ്ഞിട്ടുള്ളത് റോൾ നമ്പറും രാഹുലാവാം. ഒന്നിൽ കൂടുതൽ പേരുകളുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഐ മീൻ ആളുകളൊക്കെ ഒരേ ക്ലാസ്സിൽ ഉണ്ടാവുമല്ലോ. അതായത് ലെഫ്റ്റ് സൈഡ് നമ്മളിപ്പോൾ യുണീക്ക് ആയിരിക്കണം, റൈറ്റ് സൈഡ് യുണീക്ക് ആവണം എന്ന് കമ്പൽസറി ഒന്നുമില്ല. യുണീക്ക് മേ ഓർ മേ നോട്ട് ബി യുണീക്ക്, മേ ഓർ മേ നോട്ട് ബി യുണീക്ക്. നമുക്കിത് മൊത്തം യുണീക്കാണെന്ന് പറയാം. അപ്പോൾ എന്ത് പറയാം, ഇത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി കാണിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്, അതായത് ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി വെച്ചിട്ട് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ എന്ത് പറയുന്നത്, ക്ലോഷർ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഒരു ആട്രിബ്യൂട്ടിൻ്റെ ക്ലോഷർ എന്ന് പറയുമ്പോൾ, അപ്പോൾ അത് നമുക്ക് എയുടെ ക്ലോഷർ ആണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ മുകളിൽ ഒരു പ്ലസ് ഓപ്പറേറ്റർ ഇട്ടിട്ട് ആണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എൻ്റെ ക്ലോഷർ, ഇപ്പോൾ ഫംഗ്ഷൻ, ഇപ്പോൾ ഇവിടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, ABCD ആണ് ടേബിളുള്ളത്. അതായത് ഒരു ടേബിൾ കണ്ടെയ്നിങ് ആട്രിബ്യൂട്ട്സ് ഓഫ് ABCD. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, അവർ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് ഒരു 3 ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ട് ഇവിടെ. A ടെൻസ് ടു B, B ടെൻസ് ടു C, AB ടെൻസ് ടു D. 3 ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണിക്കണം, ഇതിൻ്റെ ഓരോ ആട്രിബ്യൂട്ട്സിൻ്റെയും ക്ലോഷർ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ A ക്ലോഷർ എന്ന് പറയുമ്പോൾ, ഓക്കെ, A ക്ലോഷർ നമുക്ക് ഇങ്ങനെയാണ് എഴുതുക. A ക്ലോഷർ മീൻസ് A ക്യാൻ ഡിറൈവ് ഫ്രം ഇറ്റ് സെൽഫ് അല്ലേ. എയിൽ നിന്ന് നമുക്ക് എനെ ഡിറൈവ് ചെയ്യാം. ഇനി ഇവിടെ നോക്കിക്കോ, എയിൽ നിന്ന് എനിക്ക് ബീനെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റൂലേ. ഒരു ഫസ്റ്റ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തന്നത് എയിൽ നിന്ന് ബീനെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എയിൽ നിന്ന് എനിക്ക് ബീനെ ഡിറൈവ് ചെയ്യും. അപ്പോൾ എയും ബിയും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ വാല്യൂസ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും നോക്കാം. ഈ AB വെച്ചിട്ട് ഏതൊക്കെ വാല്യൂസ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും, B വെച്ചിട്ട് എനിക്ക് C ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ C ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി AB ഉണ്ട്, AB വെച്ചിട്ട് എനിക്ക് ആരെ ഡിറൈവ് ചെയ്തെടുക്കാം, ഡീനെ ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, അതാണ് എന്ത് ക്ലോഷർ എന്ന് പറഞ്ഞാൽ, കംപ്ലീറ്റ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഫ്രം എ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഓഫ് എ റിലേഷൻ. ഓക്കെ, അപ്പോൾ A ക്ലോഷർ കിട്ടി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ B ക്ലോഷർ എന്ന് കണ്ടുനോക്കാം. B ക്ലോഷർ എന്ന് പറയുമ്പോൾ B ക്യാൻ ഡിറൈവ് ഫ്രം ഇറ്റ് സെൽഫ്, B എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, ബിയിൽ നിന്ന് എന്ത് കാണാം, എനിക്ക് C കാണാം. ഓക്കെ, അപ്പോൾ BC ഉണ്ട് എൻ്റെ കയ്യിൽ. BC കൊണ്ട് വേറെ ഏതൊക്കെ കാണാൻ കഴിയുമോ, വേറെ എവിടെയും ബിയും സിയും ഒരുമിച്ച് വരുന്നതൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ BC ആണ് B ക്ലോഷർ. ഓക്കെ, ഇനി C ക്ലോഷർ എന്ത് വരും, C ക്ലോഷർ എന്ന് പറയുമ്പോൾ ഇവിടെ C പരമായിട്ട് യാതൊരു കാര്യങ്ങളും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലില്ല അല്ലേ. അപ്പോൾ ഐ മീൻ C മാത്രമാണ് C ക്ലോഷറിൽ. D ക്ലോഷറോ, D ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, D മാത്രമേ ഉള്ളൂ. D വെച്ചിട്ട് നമുക്ക് വേറെ ഒന്നും D അല്ലാതെ വേറെ ഒന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റൂല. ഓക്കെ, ഇനി ഇത് AB ക്ലോഷർ ഉണ്ട്. അപ്പോൾ A ക്ലോഷർ ABCD ആയതുകൊണ്ട് തന്നെ AB ക്ലോഷറും എന്താണ്, ABCD. ഈ AC ക്ലോഷർ നോക്കാം. AC ക്ലോഷർ എന്ന് പറഞ്ഞാൽ A കൊണ്ട് എനിക്ക് എന്തൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും, ABCD. ഇത് തന്നെ ആയിരിക്കും AC ക്ലോഷറും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്,
കാൻഡിഡേറ്റ് കീ കാണാനുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഒരു റിലേഷൻ തന്നിട്ടുണ്ട് ABCD, ഫങ്ഷൻ ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കാൻഡിഡേറ്റ് കീ കാണണം. കാൻഡിഡേറ്റ് കീ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കാം. ഇവിടെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ടെക്നിക്കാണ്. റൈറ്റ് സൈഡ് നോക്കാം, BCD ആണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ റിലേഷനിൽ നിന്ന് ബിയും സിയും ഡിയും കട്ട് ചെയ്യാം. ബാക്കി വരുന്ന ഒരു ആട്രിബ്യൂട്ട്സ് ഉണ്ടാവില്ലേ, ഇയാൾ എന്തായാലും ഈ ഒരു കാൻഡിഡേറ്റ് കീൻ്റെ ഒരു പാർട്ടായിരിക്കും. അതായത് കാൻഡിഡേറ്റ് കീൻ്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കാൻഡിഡേറ്റ് കീൻ്റെ ഒരു പാർട്ടാവും. ഓക്കെ, അപ്പോൾ കാൻഡിഡേറ്റ് കീയിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇനി ക്ലോഷർ കണ്ടു നോക്കാം. ക്ലോഷർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ആട്രിബ്യൂട്ടിനെയും കിട്ടുന്നുണ്ടെങ്കിൽ ആയിരിക്കും ഇതിൻ്റെ കാൻഡിഡേറ്റ് കീ. കിട്ടിയോ? ക്ലോഷർ എന്ന് കണ്ടു നോക്കാം. വെച്ചിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ വെച്ചിട്ട് ബീനെ ഡിറൈവ് ചെയ്യാം. അപ്പോൾ AB ആയി. ഓക്കെ, ബീനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സീനെ ഡിറൈവ് ചെയ്യാം. സി കിട്ടി. സി വെച്ചിട്ട് എന്ത് ചെയ്യാം, ഡീനെ ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ആട്രിബ്യൂട്ട്സിനെയും കൊണ്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുമ്പോൾ ആയിരിക്കും. കിട്ടിയോ? ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേക്കാം. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, റിലേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ABCDEF എന്ന് പറഞ്ഞിട്ട് റിലേഷൻ തന്നിട്ടുണ്ട്. ഫങ്ഷൻ ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ട്. ഫങ്ഷൻ ഡിപ്പെൻഡൻസി ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്താ പറഞ്ഞത്, നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡ് എടുക്കാം. ഈ റൈറ്റ് സൈഡ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, FADB. ബാക്കി വരുന്നത് എന്താ, CE ആണ് അല്ലേ. CE. ഇപ്പോൾ CE വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ആട്രിബ്യൂട്ടിനെയും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ CE ആയിരിക്കും ഇതിൻ്റെ കാൻഡിഡേറ്റ് കീ. ഇനി ഇത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും CE കാൻഡിഡേറ്റ് കീൻ്റെ ഒരു പാർട്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഇത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും നോക്കാം. CE കൊണ്ട് എനിക്ക് സീനെയും ഈനെയും എന്തായാലും ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ C കൊണ്ട് ഇവിടെ ഫസ്റ്റ് Fനെ ഡിറൈവ് ചെയ്തെടുക്കാം അല്ലേ. കൊണ്ട്, അതായത് ഇതിൽ ഉണ്ട്, ഈനെ എനെ ഡിറൈവ് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും വാല്യൂസ് കിട്ടി. ഇനി EC ഉണ്ട് അല്ലേ. EC ഇതിൽ വന്നിട്ടുണ്ടോ? EC വന്നിട്ടുണ്ട്. ECയിൽ നിന്ന് നമുക്ക് ഡീനെ ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ഉണ്ട് ഇതിൽ, കൊണ്ട് ബീനെ ഡിറൈവ് ചെയ്തെടുക്കാം. ഒക്കെ ആയില്ലേ. ആയി, B ആയി, C ആയി, D ആയി, E ആയി. ഓക്കെ, എല്ലാത്തിനെയും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. F ആയി. ഓക്കെ, F ഉണ്ട്, F ആയി. എല്ലാത്തിനും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് പറയാം എന്താണ്, ഈ CE ഈസ് ദി കാൻഡിഡേറ്റ് കീ. അതായത് ഇതിൽ ഓപ്ഷൻ ഏതാ, EC എന്ന് പറഞ്ഞാൽ CE ഈസ് ദ കാൻഡിഡേറ്റ് കീ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് S1 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, റിലേഷണൽ സ്കീമ ക്യാൻ ഹാവ് അറ്റ് മോസ്റ്റ് 1 ഫോറിൻ കീ. ഒരു റിലേഷൻ സ്കീം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ എന്തായാലും ഒരു ഫോറിൻ കീ എങ്കിലും വേണം. ആവശ്യമുണ്ടോ? നമുക്ക് ഫോറിൻ കീ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. ക്യാൻ ഹാവ് അറ്റ് മോസ്റ്റ് 1 ഫോറിൻ കീ. ഓക്കെ, തെറ്റാണ്. ഓക്കെ, ഇവിടെ അറ്റ്മോസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ 1 ഫോറിൻ കീ മാത്രമേ ആവാൻ പാടുള്ളൂ എന്നല്ലേ. അതായത് ഇപ്പോൾ ഒരു ടേബിള്, ഒരുപാട് ടേബിൾസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ ഇതിലേക്ക് റെഫർ ചെയ്യാം, ഈ ടേബിളിലേക്ക് റെഫർ ചെയ്യാം. ഇതിനൊക്കെ ഓരോ സെപ്പറേറ്റ് ഫോറിൻ കീ ആവശ്യമുണ്ടല്ലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, എ ഫോറിൻ കീ ഇൻ എ റിലേഷൻ സ്കീമ കനോട്ട് ബി യൂസ്ഡ് ടു റെഫർ ടപ്പിൾസ്. ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വേറെ ടേബിളിൻ്റെ എന്താണ്, പ്രൈമറി കീ ആണ് അല്ലേ. അപ്പോൾ ആ പ്രൈമറി കീ ഒരു ടപ്പിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമല്ലേ. പക്ഷേ അതുകൊണ്ട് ഇത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ C ആണ് ആൻസർ. ബോത്ത് S1 ആൻഡ് S2 ആർ ഫാൾസ്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ S1 നോക്കാം, അറ്റ്മോസ്റ്റ് 1 ഫോറിൻ കീ അല്ലേ. അതായത് ഒരു ഫോറിൻ, ഇവിടെ അറ്റ്മോസ്റ്റ് വരാണെങ്കിലും അറ്റ്ലീസ്റ്റ് വരാണെങ്കിലും അത് തെറ്റ് തന്നെയാണ് അല്ലേ. അതായത്
ഒരു ഫോറിൻ കീ ഇല്ലാത്ത സാഹചര്യം വരും, ഒന്നിൽ കൂടുതൽ ഫോറിൻ കീ ഉള്ള സാഹചര്യം വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇനി റിലേഷൻ ടൈം മിനിമം സൂപ്പർ കീസ് നോൺ ആസ്, മിനിമം സൂപ്പർ കീനെ നമ്മൾ എന്ത് പറയുന്നത്, കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ് കീ, മിനിമൽ സൂപ്പർ കീ നോൺ ആസ് കാൻഡിഡേറ്റ് കീ. ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റിലേഷൻ തന്നിട്ടുണ്ട് ABCDE. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി ഹോൾ, വാട്ട് ആർ ദ കാൻഡിഡേറ്റ് കീ ഓഫ് ആർ അല്ലേ, വാട്ട് ആർ ദ കാൻഡിഡേറ്റ് കീ ഓഫ് ആർ. കാൻഡിഡേറ്റ് കീ ആണ്. നമുക്ക് എന്ത് കാൻഡിഡേറ്റ് കീ കാണാൻ എന്താ നമ്മൾ ചെയ്യുക, അതായത് റൈറ്റ് സൈഡ് എടുക്കുക, കട്ട് ചെയ്യുക അല്ലേ, B കട്ട് ചെയ്ത്, D കട്ട് ചെയ്ത്, C കട്ട് ചെയ്ത്, A കട്ട് ചെയ്ത്. അപ്പോൾ കാൻഡിഡേറ്റ് കീൻ്റെ പാർട്ടിൽ എന്തായാലും എന്തുണ്ടാവും, ഇയും എഫും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇയും എഫ് ഉള്ളതായിരിക്കും ആൻസർ വരിക. എല്ലാ കാൻഡിഡേറ്റ് കീക്കും ഇയും എഫും വരും. അപ്പോൾ ഇവിടെ ഇയും എഫും വരുന്നുണ്ട്, EF. ഓക്കെ, ഇത് ആൻസർ ആവാം. നമുക്ക് അടുത്തും കൂടി നോക്കാം. EF വന്ന്, ഇതിൽ EF വന്നിട്ടില്ല അല്ലേ, സോറി, ഇതിൽ EF വന്നിട്ടുണ്ട്. CF ആണ് ഇവിടെ, EF ഇല്ല, ഇതാവില്ല. ഇതിലും EF ഇല്ല, ഇതാവില്ല. ഇത് രണ്ടും നോക്കുക, ഇതിലാവില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ് ഇത് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, കാൻഡിഡേറ്റ് എത്ര വന്നു, AEF, BEF, DEF അല്ലേ, ഇതൊക്കെ കാൻഡിഡേറ്റ് കീയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിനെ പ്രൈമറി കീ ആക്കാം. അപ്പോൾ നോക്കിയാൽ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് നോക്കാം. ഇവിടെ ഞാൻ ഇതിനെ ഈ AEFനെ ഞാൻ എന്ത് ചെയ്ത്, AEFനെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ പ്രൈമറി കീ ആക്കി സെറ്റ് ചെയ്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാൻഡിഡേറ്റ് കീ ഉണ്ടല്ലോ, ബാക്കിയുള്ള കാൻഡിഡേറ്റ് കീ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത്. കേട്ടോ, അപ്പോൾ ഈ AEF പ്രൈമറി കീ ആകുമ്പോൾ ബാക്കിയുള്ള കാൻഡിഡേറ്റ് കീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈമറി കീ നോക്കാം, AEF അല്ലേ, അതായത് A സെപ്പറേറ്റ് അല്ല, E സെപ്പറേറ്റ് അല്ല, F സെപ്പറേറ്റ് അല്ല, ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ് ഒരു പ്രൈമറി കീ ആക്കിയത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പോസിറ്റ് കീ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡാറ്റാബേസിലെ റിഡൻഡൻസി നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ, സോറി, നോർമലൈസേഷൻ നോക്കാം. നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റിഡൻഡൻസി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എന്താണ് റിഡൻഡൻസി, അതായത് ഇപ്പോൾ ഈ ഒരു ടേബിൾ നോക്കുന്ന സമയത്ത് ഒരു കോളേജിൻ്റെ സ്റ്റുഡൻറ്റ് ലോഗിനാണ്. ഓക്കെ, നമ്മൾ സ്റ്റുഡൻസിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്ത്, ഇപ്പോൾ ഇവിടെ നെയിമുണ്ട്, ക്രെഡിറ്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് നെയിമുണ്ട്, ആ കുട്ടി പഠിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബിൽഡിംഗ് നമ്പർ ഉണ്ട്, റൂം നമ്പർ ഉണ്ട്. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ ഈ ഒരു ടേബിളിൽ ഇപ്പോൾ രാഹുൽ ക്രെഡിറ്റ് 5, ഡിപ്പാർട്ട്മെൻറ്റ് CS, ബിൽഡിംഗ് B1, റൂം നമ്പർ. ഓക്കെ, നെക്സ്റ്റ് ജിയ, അവരും CS ജോയിൻ ചെയ്ത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ബിൽഡിംഗ് നമ്പർ B1 ആണ്, റൂം നമ്പർ 101 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത ആളുണ്ട്, ഫഹദ് ഉണ്ട്, ജിഷിത്ത് ഉണ്ട്. ജിഷിത്ത് ഫിസിക്സ് ആണ്, ഫഹദ് ജിയോളജി, പ്രിയ ജിയോളജി. ഓക്കെ, പ്രശ്നമില്ല. ഇനി അലി എന്ന് പറഞ്ഞ ആൾ CS ജോയിൻ ചെയ്തു. ഇപ്പോൾ CS മാത്രം കൺസിഡർ ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ ഒരു ഡാറ്റ, ഒരേ സെയിം ഡാറ്റ അല്ലേ, ഇതും സെയിം ഡാറ്റ. ഓക്കെ, അപ്പോൾ ഒരു 20,000 ആളുകളെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ CS ഉണ്ടാവും, ഫിസിക്സ് ഉണ്ടാവും, ജിയോളജി ഉണ്ടാവും, ബോട്ടണി ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഇവിടെ അപ്പോൾ സെയിം ഡാറ്റ എൻട്രി ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ മെമ്മറി വേസ്റ്റേജ് എന്താണ്, ഇപ്പോൾ 20,000 ആളുകളാണെങ്കിൽ ഇപ്പോൾ ഒരു കോഴ്സിന് ഒരു 200 ആളുകൾ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ 200 ഇത്രയും സെയിം ഡാറ്റേഴ്സ് നമുക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് CS എപ്പോഴും ബിൽഡിംഗ് നമ്പർ B1 റൂം നമ്പർ 101 ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ഒരു ടേബിളാക്കി മാറ്റാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടേബിളിനെ ഒരു ഫോറിൻ കീ വെച്ചിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരൊറ്റ CS B1 101 വെച്ചിട്ട് ബാക്കിയുള്ള 200 ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇനി വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നമ്മളൊരു ഡാറ്റാബേസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നം ഇപ്പോൾ ഇവിടെ ജിഷിത്ത് ഉണ്ട് അല്ലേ. ജിഷിത്ത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ബിൽഡിംഗ് നമ്പർ C1, റൂം നമ്പർ 301. ഓക്കെ, ഇപ്പോൾ ഇതിൽ നിന്ന് ജിഷിത്ത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആകെ ജിഷിത്ത് മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ജിഷിത്ത് എന്ത് ചെയ്ത് ഈ ഒരു കോളേജിൽ നിന്ന് TC വാങ്ങിപ്പോയി. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കോളം ഡിലീറ്റ് ചെയ്യും അല്ലേ. ഈ ഒരു റോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, അതൊരു പ്രശ്നമാണ്. ഒരു ഡിലീഷൻ ചെയ്യുമ്പോൾ വരുന്ന ഒരു അനോമലിയാണ്. അപ്പോൾ പക്ഷേ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കോളേജിലുണ്ട്, ഇതിൽ വന്ന ആൾ മാത്രമേ പോയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നമാണ്. ഇതാണ് ഡിലീഷൻ അനോമലി. അനോമലീസ് ആണ് പ്രശ്നങ്ങൾ സംഭവിക്കാം. ഓക്കെ, പിന്നെ നമുക്കിപ്പോൾ ഈ ഒരു ബിൽഡിംഗ് നമ്പർ CS ബിൽഡിംഗ് നമ്പർ B1 നിന്ന് നമുക്ക് എന്തിലേക്ക് മാറ്റി, ഫിസിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ C1 തന്നെ മാറ്റി എന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യേണ്ടി വരും, എഡിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ഇതൊക്കെ അനോമലീസാണ്, ഓരോ പ്രശ്നങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും റിഡൻഡൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലൈസേഷൻ എന്നാണ് കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോർമലൈസേഷൻ ഫോർ ദ റെഡ്യൂസിങ് റിഡൻഡൻസി. അപ്പോൾ ഈ റിഡൻഡൻസി കൊണ്ട് കാരണമായി നമുക്ക് കുറച്ച് അനോമലീസ് ഉണ്ടാവുന്നുണ്ട്. അതാണ് ഇൻസേഷൻ അനോമലി, അപ്ഡേറ്റ് അനോമലി ആൻഡ് ഡിലീഷൻ അനോമലി. ഓക്കെ, അപ്പോൾ ഇൻസേഷൻ അനോമലി നമുക്ക് നോർമലൈസേഷൻ വെച്ച് ഒഴിവാക്കാം, അപ്ഡേറ്റ് അനോമലി ഒഴിവാക്കാം, ഡിലീറ്റ് അനോമലി ഒക്കെ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഇനി നോർമൽ ഫോംസ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകണ്ട, അതിൻ്റെ ഒരു പെരിഫറൽ വ്യൂ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ നോർമൽ ഫോം ഡെവലപ്പ് ചെയ്തത് EF കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. EF കോഡാണ്, അതൊന്ന് ഓർത്ത് വെക്കാം. ഇത്രയും നോർമൽ ഫോമാണുള്ളത്. 1NF 2NF, അതായത് NF എന്ന് പറഞ്ഞാൽ നോർമൽ ഫോം. ഇതാണ് ഇതിൻ്റെ ഹൈറാർക്കി. ഓക്കെ, 1NF ഏറ്റവും ബേസിക് ലെവൽ, ലോവർ ഡിഗ്രി ഓഫ് നോർമലൈസേഷൻ ആണ് വരുന്നത് 1NF. ഓക്കെ, അതായത് ഇത് അറ്റോമിക് വാല്യൂസിനെ ആക്കി കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, 1NF എന്ന് പറയുന്നത്. നെക്സ്റ്റ് 2NF ഉണ്ട്. 2NFൽ നോ പാർഷ്യൽ ഡിപ്പെൻഡൻസീസ്, ഇങ്ങനെയാണ് വരിക. നോർമൽ ഫോം കണ്ടെയ്ൻസ് നോ പാർഷ്യൽ ഡിപ്പെൻഡൻസീസ്, അത് വിച്ച് നോർമൽ ഫോം എന്ന് പറയും ചോദിക്കും. 2NF ആണ്. നെക്സ്റ്റ് 3NFൽ നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസീസ്. നെക്സ്റ്റ് BCNF ബോയ്സി കോഡഡ് നോർമൽ ഫോമാണ്. ബോയ്സി കോഡ് നോർമൽ ഫോം ആട്ടോ. ഇതിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു. BCNF ഒരു ഓപ്ഷൻ, ബോയ്സി കോഡ് നോർമൽ ഫോം. നെക്സ്റ്റ് ബോയ്സി കോഡഡ് നോർമൽ ഫോം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ കറക്റ്റായിട്ട് പേര് ഓർത്ത് വെച്ച് പോവുക. ബോയ്സി കോഡ് നോർമൽ ഫോമാണ്. 4NF മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി ഇവിടുന്ന് ഒഴിവാക്കും. 5NF എന്ന് പറഞ്ഞാൽ ജോയിൻ ഡിപ്പെൻഡൻസി, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട് 5NFന്, പ്രൊജക്റ്റ് ജോയിൻ നോർമൽ ഫോം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. വിച്ച് നോർമൽ ഫോം റിമൂവ്സ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസീസ്. ആൻസർ എന്താ, 4NF ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോക്സ് കറക്റ്റായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ ഫോം. അപ്പോൾ 5NF ആണ് ഏറ്റവും ഹയർ ഡിഗ്രി ഓഫ് നോർമലൈസേഷൻ. ഏറ്റവും കുറഞ്ഞ റിഡൻഡൻസി, ഏറ്റവും കുറവ് 5NFലാവും വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിൽ നിന്ന് ഏറ്റവും മാക്സിമം ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഒന്ന് കാര്യമായിട്ട് ഇരുന്ന് പഠിക്കാം. ഓക്കെ, താങ്ക് യു.